പാണക്കാട് തങ്ങളും ഖലീൽ തങ്ങളൊന്നും തങ്ങളല്ല. അന്ന് റസൂദാന്റെ കുടുംബത്തിലാണോ? എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും. റസൂദാന്റെ മക്കൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ആ പോലെ പറയുന്നത് കേട്ടോളി. അപ്പൊ മുത്താൻ പറ്റിയ കൈ തങ്ങന്മാരെ കൈയല്ല, അത് ഹറാമിന്റെ കയ്യാ. അപ്പൊ മുത്താൻ പറ്റിയ കൈ തങ്ങന്മാരെ കൈയല്ല, അത് ഹറാമിന്റെ കയ്യാ. തങ്ങളെല്ലാം തന്നെ കൂടെ ഒന്ന് കേൾപ്പിച്ചോട്ടെ. പാണക്കാട് തങ്ങൾ തങ്ങളല്ല, ഖലീൽ തങ്ങൾ തങ്ങളല്ല, പിന്നെ ആരാ തങ്ങൾ? ഞാൻ പിന്നെ കേൾപ്പിച്ചു. തങ്ങളെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. അപ്പോ പാണക്കാട് തങ്ങളും തങ്ങളല്ല, ഖലീൽ തങ്ങളും തങ്ങളല്ല, അവർക്കൊന്നും ഒരു ബന്ധവും നബിയായിട്ടില്ല. ആരാ തങ്ങൾ എന്നൊന്ന് കേൾപ്പിച്ചോട്ടാവനെ. ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിനയകത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്. എല്ലാരും തങ്ങളുടെ മക്കളാണ്. ഓ തേവരക്കരയിലുള്ള ഉമ്മമാരെ, മുജാഹിദിന്റെ തങ്ങന്മാരെ കേട്ടില്ലേ? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൽ കെ അദ്വാനി തങ്ങളാണ് പോൽ, കല്യാണിക്കുട്ടി തങ്ങളാണ് പോൽ. ഞാൻ ചോദിക്കട്ടെ മുസ്ലിമേ, ഇതെന്തിനാണ് ഇവരിങ്ങനത്തെ തോന്നിവാസം പറയുന്നത്? എന്തിനാണ് പാണക്കാട് തങ്ങൾ തങ്ങളല്ലെന്ന് പറഞ്ഞത്? എന്തിനാണ് ഖലീൽ തങ്ങൾ തങ്ങളല്ലെന്ന് പറഞ്ഞത്? എന്തിനാണ് അദ്വാനി തങ്ങളാണെന്ന് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചൊരു മുസ്ലിമിനെ പറ്റി അയാൾ നമ്പൂതിരിയാണ്, ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടുവോ? ഇതുപോലെ അദ്വാനി തങ്ങൾ അദ്വാനി ഇഷ്ടപ്പെടുവോ? കല്യാണിക്കുട്ടി ഇഷ്ടപ്പെടുവോ? അതെ, അയാൾ പറഞ്ഞ കക്ഷികളൊക്കെ തങ്ങളാട് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? അപ്പൊ മറ്റു സമുദായത്തിലുള്ള കക്ഷികളെ സംബന്ധിച്ച് തങ്ങളാട് എന്ന് പറഞ്ഞിട്ട് അവരെ പ്രകോപിപ്പിക്കേണ്ടതുണ്ടോ? ചോദിക്കട്ടെ, ഈ പ്രസംഗിച്ച മൗലവി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ മൗലവി ഇഷ്ടപ്പെടുമോ? ഇതുപോലെയല്ലേ അദ്വാനി തങ്ങളാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യമെന്താണ്? മുസ്ലിമീകളെ, അദ്വാനി തങ്ങളാണ് പോൽ, പാണക്കാട് തങ്ങൾ തങ്ങളല്ല പോൽ, ഖലീൽ തങ്ങൾ തങ്ങളല്ല പോൽ. ഇവർക്ക് കുഴപ്പമുണ്ടോന്നോ ഇല്ലാന്നോ? എന്താ മുസ്ലിമീകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? ഇവരെ നാവ് കൊണ്ട് നിങ്ങൾ നേരിൽ തന്നെ കേൾക്കുന്ന വാചകങ്ങളല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ?